നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നിരവധിയായ വാർത്തകളും തലക്കെട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്, കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെയും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കകത്ത് ആളുകളോട് മോശമായി പെരുമാറുന്നതിൻ്റെ പേരിലൊക്കെയുള്ള വാർത്തകൾ നിറഞ്ഞ ആളാണ് അദ്ദേഹം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും അതിന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയതായി മാധ്യമങ്ങളോടും ഒപ്പം പോലീസ് സംവിധാനത്തോടൊക്കെ അദ്ദേഹം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ലഹരിയിൽ നിന്ന് വിടുതൽ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മുൻപുള്ള അഭിമുഖങ്ങളിൽ അദ്ദേഹം പലപ്പോഴും വിചിത്രമായി പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അഭിമുഖങ്ങളിൽ അദ്ദേഹം വളരെ കുറച്ചുകൂടിയും കാമായും കുറച്ചുകൂടി അച്ചടക്കത്തോടെയും പ്രതികരിക്കുന്നത് കാണുന്നു. തൻ്റെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നവീകരിക്കപ്പെടാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം കുറിച്ച് ആഴത്തിലും ആത്മാർത്ഥമായും സംസാരിക്കുന്നത് കാണുന്നു. ഇന്നിപ്പോൾ ഒരു നടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു വിവാദം ഉണ്ടായിരുന്നു. അവർക്ക് വിഷമമുണ്ടായെങ്കിൽ താൻ അവരോട് മാപ്പ് പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് വിൻസി ആ മാപ്പപേക്ഷ സ്വീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ സമീപകാലത്ത് പുറത്തിറങ്ങിയ വിവിധ സിനിമകളിലൂടെ തൻ്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്തൊക്കെ വിവാദങ്ങൾ നിറഞ്ഞു നിന്നപ്പോഴും അദ്ദേഹത്തിന് സിനിമകൾ കുറയുന്നില്ല, ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടവും കുറയുന്നില്ല. കാരണം അദ്ദേഹം ആ നിലയ്ക്ക് പുതിയ കാലത്തെ സിനിമയിൽ തൻ്റെ ഇടം വളരെ സവിശേഷമായി അടയാളപ്പെടുത്തിയ ഒരാളാണ്. അതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്തുള്ളത്, ലഹരിക്ക് അടിപ്പെട്ടു പോയ മനുഷ്യരെ നാം തള്ളിക്കളയുകയല്ല വേണ്ടത്, അവരുടെ തിരിച്ചു വരാനുള്ള ആഗ്രഹങ്ങളെ ചേർത്ത് നിർത്തുക വേണം എന്ന പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് കാണാം. അദ്ദേഹം തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടമാക്കുകയും നാം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് ഷൈനിൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതഘട്ടം എന്തുമാത്രം സാമൂഹ്യ പ്രസക്തമാണെന്നോട് ചോദിക്കുകയാണ് സാർ ഞാൻ. യെസ്, ശരിയാണ്. ആ ചോദ്യം ആ ഒരു ആംഗിളിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇതൊരാളിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല. അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഈ സമൂഹത്തിൽ അതുപോലെ സംഭവിക്കുന്നവരിൽ ഒരാളായിട്ട് കാണാം. ഒരു പ്രത്യേക മേഖലയിൽ കഴിവും പ്രാഗൽഭ്യമൊക്കെ തെളിയിച്ച ഒരു വലിയ കലാകാരൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു മാതൃക സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഈ മാറ്റത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിഷ തന്നെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ വളരെ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടത് അത്രയും അദ്ദേഹം വളരെ പക്വതയുള്ള ഒരു നിലയിൽ സംസാരിക്കുക. അദ്ദേഹത്തന്നെ ട്രോളുന്നുണ്ട്. പണ്ട് ഞാൻ അഭിമുഖങ്ങളിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പെരുമാറിയിരുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ ഇപ്പോൾ പലപ്പോഴും അദ്ദേഹം സംസാരിച്ചിരുന്ന കാര്യങ്ങൾ വാലുന്നുമ്പില്ലാത്ത രീതിയിലായിരുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല. ഇപ്പോൾ അദ്ദേഹം ഒരു വാചകം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കുന്നുണ്ട്, ആ വാചകത്തിന് അർത്ഥമുണ്ട്. അങ്ങനെയുള്ള പല മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് വന്നു. ഇത് വളരെ വളരെ ചികിത്സയുടെയും ഒരു ഭയങ്കരമായൊരു റീവിസിറ്റിങ്ങിൻ്റെയും ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ സംഭവിച്ചൊരു അവനവൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നൊരു മാറ്റമായിരിക്കും. ഇതിനെ നമ്മളൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ ഉദാഹരണമായിട്ടല്ല കണ്ടത്. ഇതൊരു പ്രോസസ്സാണ്. ഇത് പലതരത്തിലുള്ള പലർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു നല്ല മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം നമ്മൾ കാണാൻ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷൈൻ ഇങ്ങനെ മാറിയത്, എന്തായിരിക്കും അതിന് കാരണമായത് എന്ന് നമ്മൾ ആലോചിക്കണം. പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഞാനെല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാനിത് ഇച്ഛാശക്തിയോടെ ഞാനതെല്ലാം ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി മുതൽ നല്ല മനുഷ്യനായി മാറുകയാണ് എന്നങ്ങനെ തീരുമാനിക്കുന്നതല്ല. അങ്ങനെ കഴിയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഇപ്പോൾ പൊതുവിൽ പറഞ്ഞ 20% പേരാണ് ഈ അഡിക്റ്റായിട്ട് മാറുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ അഡിക്റ്റായി മാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിലല്ല അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. അവരുടെ തലച്ചോറിനെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലും അതിൻ്റെ കെമിസ്ട്രി തന്നെ മാറുന്ന രീതിയിലുമൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾ അവർക്കുണ്ടാകും. സാധാരണ മറ്റ് രീതിയിൽ ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകൾക്ക് ശാരീരികമായി ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളോടൊപ്പം തന്നെ തലച്ചോറിനെയും കൂടി ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് രാസലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലും അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഷൈൻ ഇങ്ങനെ ആയി മാറിയത് എന്ന് നമുക്കിന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം, വ്യക്തമായി തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വളരെ പെട്ടെന്നൊരു നിർണായകമായ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു, നാളെ തൊട്ട് മദ്യപിക്കില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു തീരുമാനം കൊണ്ട് അത് സാധിക്കില്ല എന്നുറപ്പാണ്. അപ്പോൾ ഇതുവരെ സംഭവിച്ചത് ഷൈനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിൻസി അലോഷ്യസിൻ്റെ കാര്യത്തിലായാൽ പോലും അതിൻ്റെ സ്വാധീനത്തിലാണെന്ന് വിൻസി ഉൾപ്പെടെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വീണ്ടും അതിന് ക്ഷമാപണം സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. അല്ലാതെ ഒരു കുത്സിത ബുദ്ധിയോടുകൂടി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു മാപ്പിന് അവർ നിന്നു കൊടുക്കില്ല, ഉറപ്പാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അവരും മനസ്സിലാക്കുന്നു. ഇവിടെ ഞാൻ ഈ പറയുന്ന പ്രോസസ്സ്, അതായത് അവിടേക്ക് എത്തുന്നത് പോലെ തന്നെ
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വളരെ പിന്നെ അധപ്പതനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് പോലെ തന്നെ തിരിച്ചുള്ളതിന് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രോസസ്സാണ്. അല്ലാതെ അതൊരു വിൽ പവറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമില്ല. വിൽ പവറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് വല്ലാതെ മദ്യപിച്ചിരുന്നു. പിന്നെ കടത്തിണ്ണകളിലും തെരുവോരങ്ങളിലും ഒക്കെ വീണ് കിടക്കുന്ന അവസ്ഥയിൽ വരെ ക്യാമ്പസിൽ പോലും അദ്ദേഹം അത്ര കണ്ട് പിന്നെ മദ്യപിച്ച് അവശനായി കിടന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മദ്യപാനം നിർത്തി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന അമേരിക്കൻ യാത്രയ്ക്കിടയിൽ വല്ലാതെ മദ്യപിച്ചു. തിരിച്ച് മടങ്ങുന്ന സമയത്ത് ആകാശത്ത് വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇല്ല ഇനി ഞാൻ കുടിക്കില്ല എന്നൊരു തീരുമാനമെടുത്തു. അത് ഇന്നേ വരെ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞു എന്നാണ്. അത് വിൽ പവറിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് നമ്മൾ പ്രത്യേകം പറയണം. അത് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ആയിരിക്കില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട്. കാരണം അഡിക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിലൂടെ മാത്രമാവില്ല, അതിന് ഒരുപാട് ഘടകങ്ങൾ വേണ്ടി വരും. അതിനോട് അനുബന്ധിച്ച് മെഡിക്കേഷൻ വേണ്ടി വരും, മെഡിറ്റേഷൻ വേണ്ടി വരും, സോഷ്യൽ സപ്പോർട്ട് വേണ്ടി വരും. അതിനൊരു മെക്കാനിസം ഡോക്ടർമാർ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് കൊടുക്കും. അത് ഏതാണ്ട് ഷൈൻ്റെ കാര്യത്തിൽ ഫലപ്രദമായി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ കരുതാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നെ പിതാവിൻ്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ള ആ ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് ഗുണപരമായി മാറുന്ന ഒരു ഇതാണ് കാണുന്നത്. സാധാരണ ഒരാൾ വളരെ പ്രിയപ്പെട്ട ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ ഉടനെ തകരാനാണ് സാധ്യത കൂടുതലും. ഇതങ്ങനെയല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ഒരു തിരിച്ചറിവിന് വളരെ സഹായിക്കുന്ന രീതിയിലുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റും കൂടി അദ്ദേഹത്തിന് നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതും കൂടി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാലങ്ങൾ കൊണ്ട് തന്നെ തെളിയേണ്ട ഒരു കാര്യവും കൂടിയാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ളൊരു സോഷ്യൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയേ മതിയാവും. കാരണം എപ്പോഴായാലും എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇനി വീണ്ടും അതിലേക്ക് എത്തില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ആ മനീഷുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ, ഇന്ന് രാത്രി ആവുന്നതോടൊക്കെ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സബ്സ്റ്റൻസ് എടുത്തിട്ടില്ല എന്നൊരു തീരുമാനം വരുന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം, അത് തിരിച്ചറിയുമ്പോഴുള്ള ആഹ്ലാദം, ആ ആഹ്ലാദം ഇങ്ങനെ കൂട്ടി നമ്മൾ അതിൽ വിശ്വസിക്കുക, അതാണ് ശരിയായ ആഹ്ലാദം. അല്ലാതെ ഇന്ന് മദ്യപിച്ചിട്ടോ ഇന്ന് ഈ സബ്സ്റ്റൻസ് എടുത്തിട്ടോ നമുക്ക് കിട്ടുന്ന ആഹ്ലാദം എന്ന് പറയുന്നത് ഫേക്കാണ്. അത് വളരെ ചുരുങ്ങിയ സമയം മാത്രം നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന, ആ രണ്ടിനെയും വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആളായി അദ്ദേഹം മാറുകയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ, നമുക്ക് ചില പോസിറ്റീവ് അഡിക്ഷൻസ് വേണ്ടി വരും ഈ നെഗറ്റീവ് അഡിക്ഷൻസിനെ മറികടക്കാൻ. അതും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഷൈനിന് സാധിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം ഒരു കലാകാരനാണ്, ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നെ സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്ന ഒരാളുമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെറുതെ സമയം പോക്കി ജീവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വളരെ എൻഗേജിങ് ആയിട്ടൊരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു സ്വന്തം നിലക്കുള്ള ഒരു അച്ചടക്ക പട്ടികയും കൂടി, ഒരു അച്ചടക്കത്തിന് വേണ്ടുന്ന ഒരു സംഗതിയും കൂടി, ഒരു ഫ്രെയിം വർക്കും കൂടി അദ്ദേഹം ചെയ്തെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിസുന്ദരമായി സിനിമയിൽ തിളങ്ങാൻ വീണ്ടും കഴിയും തന്നെയാണ് ഞാൻ കരുതുന്നത്. രാജീവ് എന്താ തോന്നുന്നു, ഷൈൻ്റെ ലൈഫിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? ഷൈൻ്റെ പഴയ ഇൻ്റർവ്യൂകൾ കാണാൻ, ഇപ്പോഴുള്ള ഇൻ്റർവ്യൂ അല്ല, പഴയ കുറേ ഇൻ്റർവ്യൂകളുണ്ട്. കൈരളി ചാനലിൽ ജോൺ ബിട്ടാസ് നൽകുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരാൾ, കമൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ ഷൈൻ ടോം ചാക്കോ കമലിനോട് പറയുമായിരുന്നു, സാർ എന്നെ സിനിമയിൽ എടുക്കണം. നീ പരീക്ഷ കഴിഞ്ഞിട്ട് വാ. അപ്പോൾ പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞ് ഇയാൾ ബസ് കയറി എറണാകുളത്ത് ചെന്ന് ഏതോ ഹോട്ടലിൽ നമ്മൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന്, നീ എന്തിനാ വന്നതെന്ന് നോക്കുമ്പോൾ, സാറല്ലേ പറഞ്ഞു എന്നോട് സിനിമയിൽ വരാം. അങ്ങനെ ചെറിയ പ്രായത്തിൽ ചെന്ന് കയറിയതാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കുട പിടിച്ചു കൊടുക്കാനും ലൈറ്റ് പിടിച്ചു കൊടുക്കാനൊക്കെ കാണുന്നത്. അപ്പോൾ അത്ര കഠിനാധ്വാനിയും അത്ര പാഷനും സിനിമയോടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഷൈനെ ശ്രദ്ധിക്കുന്ന ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ഇറങ്ങുമ്പോഴാണ്. ആ സമയത്താണെന്നുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നമുക്കപ്പോൾ തന്നെ ഒരു പ്രതിഭയുടെ മുന്നിലായിട്ട് കാണാൻ കഴിയും ഷൈനിൽ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മൾ കാണും, നമ്മുടെ കൺമുമ്പിൽ അദ്ദേഹം ഒരു അഭിനയത്തിൻ്റെ കുടിമുടികൾ ഇങ്ങനെ കയറി വരുവാണ്. കുറുപ്പ് സിനിമയിലേക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, അസാധ്യ പെർഫോമൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇയാൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ പെരുമാറുന്നതാണ് നമുക്ക് വിഷമമാണ് തോന്നുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അഡിക്ഷനാണ്. അഡിക്ഷൻ ഒരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഷൈൻ്റെ കുഴപ്പം കൊണ്ടല്ല അഡിക്ഷൻ ഉണ്ടാകുന്നത്, അതൊരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയ്ക്ക് ചികിത്സയാണ് ആവശ്യം. ആ ചികിത്സയ്ക്ക് ഇപ്പോൾ പിതാവിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പോയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ചികിത്സയുടെ ഒരു പൂർണ്ണഘട്ടം എത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വയം അദ്ദേഹത്തെ തിരിച്ചറിയുകയും എൻ്റെ കരിയറിനെ നശിപ്പിക്കുന്ന, എൻ്റെ പാഷനെ നശിപ്പിക്കുന്ന ഒന്നാണ് ലഹരി, അഡിക്ഷൻ എന്ന് അദ്ദേഹം തിരിച്ചറിയുക, അതിന് ട്രീറ്റ്മെൻറ്റിന് വിധേയനാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതൊരു പോസിറ്റീവ് സൈനാണ്. അത് സമൂഹത്തിന് മാത്രമല്ല, സിനിമാ മേഖലയിലെ ഒരുപാട് പ്രതിഭകൾക്കൊരു പാഠമാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ പ്രതിഭകൾ ജീവൻ ഒടുക്കുന്നുണ്ട്. സിനിമയിൽ തന്നെ എത്രയോ പ്രതിഭകൾ ഈ കാരണത്താൽ ജീവൻ ഒടുക്കുന്നുണ്ട്. എത്രയോ പ്രതിഭകളുടെ കരിയർ ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ
അത് യഥാർത്ഥത്തിൽ അവർക്കുള്ള വ്യക്തിപരമായ നഷ്ടം മാത്രമല്ല, മലയാള സിനിമയ്ക്കുള്ള നഷ്ടം കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു പാഠവും ഒരു സാമൂഹ്യ ബോധനവുമായി ഷൈൻ ടോം ചാക്കോയുടെ ഉദാഹരണം മാറും. അപ്പോൾ ആ നിലയ്ക്ക് വിനാശകരമായ ലഹരിയെ ഉപേക്ഷിച്ച് വരുന്ന ഷൈനിനെ സ്വീകരിക്കാൻ സിനിമയ്ക്കും നമ്മുടെ സമൂഹത്തിനും തുറന്ന കരങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ കഴിയട്ടെ. അത് വലിയ പാഠവും സന്ദേശവുമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം.